കൂടുതൽ ആൾക്കാർക്കും ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഇനി പറ്റുകയാണെങ്കിൽ അതെങ്ങനെ അച്ചീവ് ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ദ ട്രൂത്ത് ഈസ് യു ക്യാൻ ഡിസൈൻ ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് യുവർ ഡ്രീം ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഫുൾ എൻ്റെ ഐഡിയ അല്ല കേട്ടോ. ഞാനിതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഫുള്ള് വേറെ ആൾക്കാർക്കാണ്. ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുമല്ലോ, അപ്പോൾ എനിക്ക് പല ഐഡിയാസും കിട്ടി. ആ പല ഐഡിയാസും കൂടി ഒക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കി തരികയാണ്. ജോർഡൻ പീറ്റേഴ്സൻ്റെ അതുപോലത്തെ ആൾക്കാർക്ക് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസും, അതുപോലെ സാഹിൽ ബ്ലൂം, അതുപോലെ ഓതേഴ്സിൻ്റെ ബുക്കുകൾ 5 ടൈപ്സ് ഓഫ് വെൽത്ത്, അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ കുറേ ഇങ്ങനെ ഐഡിയാസ് കിട്ടി. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ആക്ഷനബിൾ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞാനൊരു 2 ഓപ്ഷനുകളാണ് പറയാം. ഒന്ന് എലൈറ്റ്, എക്സെപ്ഷണൽ, അല്ലാന്നുണ്ടെങ്കിൽ ജനറലിസ്റ്റ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തത് എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ. എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആൾ ഇൻ ഓൺ വൺ തിങ്. ഞാൻ ആദ്യം എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. റൊണാൾഡോ, ഇലോൺ മസ്ക്, മൈക്കിൾ ജോർഡൻ, ഇവരൊക്കെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിളാണ്. ഇതേപോലെ പല ഓതേഴ്സുകൾ ഉണ്ടാവും, നോവൽ കാര്യങ്ങളൊക്കെ എഴുതുന്ന, ലോകത്തിൽ ഏറ്റവും ടോപ്പിലുള്ള, അങ്ങനെ ഓരോ ഫീൽഡിലും ഏറ്റവും ടോപ്പിൽ 99.99% ആൾക്കാർ മുകളിലുള്ള ആൾക്കാരുണ്ടാവും. ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താണ്ട് പല സാക്രിഫൈസുകളും അവർക്ക് വരുത്തേണ്ടി വരും. ഹെൽത്തിലാണെങ്കിലും ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഫണ്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ കാര്യങ്ങൾക്കൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഇതൊന്നും വിഷയമല്ല. ഈ ഒരു സംഭവത്തിൽ എനിക്ക് എലൈറ്റ് ആവണം എന്നുള്ള രീതിയിൽ അതിൽ ഫുൾ എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. 110% എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എക്സെപ്ഷണൽ ആൾക്കാർ. ഈ അത്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒളിമ്പിക് മെഡൽ നേടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഹിസ്റ്ററി റിമെമ്പർ ചെയ്യുന്ന ആൾക്കാർ, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവുന്ന, കുറേ കാലം കഴിഞ്ഞാൽ ആൾക്കാർ ഓലെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്റ്റുകൾ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരണായിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രത്യേകത പറയുന്നത് ഭയങ്കര വലിയ റിസ്ക് ഉണ്ടാവും, പക്ഷെ അതേപോലെ ഭയങ്കര വലിയ റിവാർഡ് വൈകാരം. അത് പൈസൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫെയിമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റസിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ ഇതിൽ ചിലപ്പോൾ 70 മണിക്കൂർ 80 മണിക്കൂറൊക്കെ പണിയെടുക്കേണ്ടി വരും ആഴ്ചയിൽ. 80-70 അവേഴ്സ് വീക്കുകൾ ഉണ്ടാവും. നമ്മുടെ എല്ലാ സംഭവങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അതിലേക്ക് എഫേർട്ട് ഇട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ആവും. പക്ഷേ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നല്ല വലിയ റിവാർഡുകൾ കിട്ടും. ഹൈ റിസ്ക് ആണ്, പക്ഷേ ഹൈ റിട്ടേണും ഉണ്ട്. രണ്ടാമത്തെ ലൈഫ് സ്റ്റൈലാണ് ജനറലിസ്റ്റ്. ഈ രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു അപ്രോച്ചും പറഞ്ഞുതരാം, അതുപോലെ ആക്ഷനബിൾ സ്റ്റെപ്സും പറഞ്ഞുതരാം. ഈ ജനറലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ 1000% എത്തുക, അല്ലെങ്കിൽ അതിൽ ഫുള്ള് ഫോക്കസ് ചെയ്യുക, ഫുള്ള് അതിൽ വർക്ക് ചെയ്യുക, ബാക്കി എല്ലാം സാക്രിഫൈസ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു 5 or 6, ഇപ്പോൾ സാഹിൽ ബ്ലൂമിൻ്റെ ബുക്കിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അങ്ങനെ പറയാം, ആ 5 കാര്യത്തിൽ എന്ത് ചെയ്യുക, എന്നെക്കൊണ്ട് 1000% ഒന്നും എത്താൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ 150% ഒന്നും എത്താൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ആ ഓരോ കാര്യത്തിലും എനിക്കൊരു 80% അതിൽ ആക്ച്വലി ഗുഡ് ആവാൻ പറ്റും. ചിലപ്പോൾ എക്സെപ്ഷൻ ആവാൻ പറ്റില്ല, ഗ്രേറ്റ് ആവാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ എനർജി ഞാൻ കുറേ കാര്യങ്ങൾക്ക് ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. എല്ലാത്തിലും ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് എത്തുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻസിൻ്റെ കേസിൽ ഞാൻ വലിയ അൾട്രാ ട്രില്യണർ എന്നാവില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, എൻ്റെ ഫാമിലിനെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ ഫാമിലി ലൈഫിൽ ഏറ്റവും അടിപൊളിയാവണമെന്നില്ല, പക്ഷേ നല്ലൊരു ഫാമിലി ലൈഫ് വേണം. ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 സിബം ആവണമെന്നൊന്നും ആഗ്രഹമില്ല. അത് പക്ഷേ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബോഡി, നല്ലൊരു ഹെൽത്ത് വേണം. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസിൻ്റെ കേസിലൊക്കെ ഏറ്റവും ടോപ്പിലെത്തണമെന്നില്ല, പക്ഷേ ഒരു 80% അടിപൊളിയാവണം. ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാ മേഖലയിലും കൂട്ടിയാണ് അങ്ങനെ പറയാം. ഒരു മേഖലയിൽ നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയാവില്ല, പക്ഷേ എല്ലാതും കൂടി കൂട്ടി നോക്കുമ്പോൾ ലൈഫ് അത്യാവശ്യം നല്ല ലൈഫായിരിക്കും. ഇതാണ് ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് വർക്ക് ചെയ്യും, പക്ഷേ വർക്ക് മീനിങ് വർക്കായിരിക്കും. അതുപോലെ 80 അവേഴ്സ് അല്ലെങ്കിൽ 70 അവേഴ്സ് വീക്കുകളൊന്നും ആവില്ല. ഒരു ദിവസം ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ സോഷ്യൽ കാര്യങ്ങൾക്ക്, ഇവൻറ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടാവും ലൈഫിൽ. അതുപോലെ കുറച്ച് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഫൺ എങ്ങനത്തെ നല്ല രീതിയിലുള്ളത്, ഡീജനറേറ്റ് അല്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എന്തുണ്ടാവും, ഇതിൽ പ്രയോറിറ്റി ഉണ്ടാവും. ഇതാണ് ജനറലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ. ഇത് ഞാനൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേൻ്റെ അത്ര റിസ്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ മറ്റേൻ്റെ അത്രയും റിവാർഡും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഫെയിം അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാറ്റസ് വരും എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഓരോരുത്തരുടെ സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് എക്സെപ്ഷൻ ലൈഫ് ആയാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു
ഒരു എന്താ പറയുക, ഒരു ഗുഡ് ലൈഫ് എന്ന് പറയാം. എല്ലാ ഏരിയയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമ്പ്രൂവ്മെൻറ്റ്, എന്നാൽ ഭയങ്കര റിസ്ക് ഇല്ല, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യണില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള ലൈഫ്. ഓക്കെ, ഇനി ഞാൻ സാഹിൽ ബ്ലൂമിൻ്റെ ബുക്കിലുള്ള 5 ടൈപ്സ് ഓഫ് വെൽത്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതന്നെയാണ് ഇന്ത്യയും ഏകദേശം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി എൻ്റെ മൈൻഡിലുള്ളത് അങ്ങനെയാണ്, എല്ലാ ഏരിയാസിനും ഏകദേശം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക, ആ ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയുണ്ടാവും, ഞാൻ ഫുൾ പക്ക ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എല്ലാം ഫിറ്റ്നസിനെ കുറിച്ചുള്ള വീഡിയോ അല്ല. കുറച്ച് വീഡിയോ ഫിറ്റ്നസിൻ്റെ ഒരു അത്യാവശ്യം ലെവലിലുള്ള വീഡിയോസ് ഇടും, നല്ല ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുണ്ടാവില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുണ്ടാവും. അതുപോലെ ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കേസ് ആണെങ്കിൽ അങ്ങനെ, ഡിസിപ്ലിൻ, മോട്ടിവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഫോക്കസ്, അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ, സോഷ്യൽ സ്കിൽസിൻ്റെ കേസ് ആണെങ്കിൽ അങ്ങനെ, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഓരോ ഏരിയാസിലും ബിസിനസ്, ഫിനാൻസ്, ഹെൽത്ത്, വെൽത്ത്, അങ്ങനെ ഓരോ ഏരിയാസിലും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈഫ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് തന്നെയാണ് ഞാനും കണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ ഈ ഒരു ബുക്കിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എക്സാക്ട്ലി നല്ല അടിപൊളിയായിട്ട് മൂപ്പർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മൂപ്പർ ഫോക്കസ് ചെയ്യുന്ന 5 വെൽത്ത് എന്ന് പറയുന്നത്, ഒന്ന് ഫിനാൻഷ്യൽ വെൽത്താണ്, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. അതായത് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ലക്ഷറായിട്ട് സ്പെൻഡ് ചെയ്യാനല്ല, പക്ഷേ നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അതാണ് ഫിനാൻഷ്യൽ വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ആരും മുമ്പിൽ കൈ നീട്ടേണ്ടി വരണ്ടാത്തൊരവസ്ഥ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, നമ്മളെ കുടുംബത്തിൻ്റെയും നമ്മളെയും കാര്യങ്ങൾ, പ്ലസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്നല്ല, പ്ലസ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ട്രിപ്പ് പോവുക, അഡ്വഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഓൾക്ക് വേണ്ട നല്ല സംഭവങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അൾട്രാ ബില്യണയർ, ട്രില്യണയർ എന്നൊന്നും രീതിയിൽ ചിന്തിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ ഫ്രീഡം. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് ഫിസിക്കൽ വെൽത്ത്. എക്സ്ട്രീം ടോപ്പ് ലെവൽക്ക്, വലിയ ബോഡി ബിൽഡർ ലെവൽക്കൊന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബോഡി, വീട്ടിൽ നല്ല ഫുഡ്, അതുപോലെ നല്ല ഉറക്കം, ഈ സംഭവങ്ങളാണല്ലോ മെയിനായിട്ട് നമ്മളെ ഫിസിക്കൽ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഈ ഒരു വെൽത്ത്, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി, ഹെൽത്തി ആയിട്ടുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, എന്നാൽ കാണാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ ഫിസിക്കൽ വെൽത്ത്. മൂന്നാമത്താണ് ടൈം വെൽത്ത്. ടൈം വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്ന് ചിന്തിക്കണമല്ലോ, പക്ഷേ ടൈം ഫ്രീഡം അല്ലെങ്കിൽ ടൈം വെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു എൻ്റർപ്രണറിനെ വെച്ചാണ്ട് ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ എന്തായിരിക്കും, എംപ്ലോയി ലൈഫ് സ്റ്റൈൽ, MNC മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി കറക്റ്റ് അടിപൊളി പാക്കേജുകളൊക്കെ ഉണ്ടാവും. അതാവുമ്പോൾ റിസ്ക് കുറവായിരിക്കും, അങ്ങനെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും, അങ്ങനത്തെ വർക്ക് ഫ്രം ഹോം ഉണ്ടാവും, അപ്പോൾ കുറേ ടൈം അങ്ങനെ കിട്ടും. ഞാൻ ഒരിക്കലും എംപ്ലോയ്മെൻറ്റിനെ താത്തി കാണുക, അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിനെ പൊന്തിച്ച് കാണുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾക്ക് 2 ദിവസം വർക്ക് ചെയ്യാൻ, ഇപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് കാലം ഇപ്പോൾ വർക്ക് ചെയ്തു, ഏകദേശം 1-2 മാസം വർക്ക് ചെയ്ത് വിചാരിച്ചോ, നല്ല എക്സ്ട്രീം ഫോക്കസോട് കൂടി വർക്ക് ചെയ്തു, നല്ല എഫേർട്ട് ഇട്ടു, ഇപ്പോൾ അത്യാവശ്യം ഒരു മെൻ്റലി ഒരു ടയേർഡായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി വേറെ ആൾക്കാരോടൊന്നും ചോദിക്കണ്ട, നമുക്ക് സ്വന്തം തീരുമാനം എടുക്കാം. ഒരു 2 ദിവസം 3 ദിവസം ആണെങ്കിൽ ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം, ഫാമിലിനും കൊണ്ട് എങ്ങോട്ടേലൊക്കെ പോവുക എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ കാര്യം, നമ്മളെ സമയം എങ്ങനെ ചിലവാക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അതിനാണ് ടൈം വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ പല ആൾക്കാരുടെ കൺസെപ്റ്റ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതൊന്ന്. ഇനി അടുത്തതാണ് സോഷ്യൽ വെൽത്ത്. സോഷ്യൽ വെൽത്ത് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫാമിലി ലൈഫും അതുപോലെ ഫ്രണ്ട്സും. ഇപ്പോൾ ഈ എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈലിലുള്ള, ഇപ്പോൾ മൈക്കിൾ ജോർഡനെ ഞാൻ പറഞ്ഞു, അതുപോലെ കോബ്രയാൻ, ഇങ്ങനെയൊക്കെ ഓരോ ഏരിയാസിലും ഏറ്റവും ടോപ്പിലെത്തിയ ആൾക്കാർ സോഷ്യൽ കാര്യങ്ങളൊക്കെ, അതായത് ഓരോ ഫ്രണ്ട്സ്, ഓരോ ഫാമിലി, ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കാം പല ആൾക്കാരും എത്തിയിട്ടുണ്ടാവുക, ആ ടോപ്പിലെത്തിയിട്ടുണ്ടാവുക. പല സിറ്റുവേഷൻസ് ഓർക്ക് ഇപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, പല ഫംഗ്ഷൻസിന് പോകാൻ പറ്റില്ല, ഓർക്ക് ആ ഒരു സംഭവത്തിൽ ഗ്രൈൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ. സോഷ്യൽ വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിന് അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കാനുള്ളൊരു, എന്താ പറയുക, അതിനുവേണ്ടി നമ്മൾ ടൈം കൊടുക്കുക. അഞ്ചാമത്താണ് അതുപോലെ ലാസ്റ്റത്തെ മെൻ്റൽ വെൽത്ത്. ഇത് നമുക്ക് മെൻ്റൽ പീസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക്. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക, ബ്രെയിൻ റോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും വർക്ക് ചെയ്തിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര മിസറബിൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. മെൻ്റൽ ഹെൽത്തിന് ശരിക്കും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഈ സോഷ്യൽ സിറ്റുവേഷൻസിനും അതുപോലെ കുറച്ചൊരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ മെൻ്റൽ ഹെൽത്ത്, പക്ക സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴാണ്, അതുപോലെ ഫിസിക്കലായിട്ടുള്ള റണ്ണിങ്, അഡ്വഞ്ചേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുക. അപ്പോൾ അതിന് മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. ഈ രീതിയിൽ ഒരു 5 ടൈപ്സ് ഓഫ് വെൽത്താണ് മൂപ്പര ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി നിങ്ങളെ ഐഡിയൽ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന
ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ചില ആൾക്കാരുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അത് പോസിബിൾ ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. പോസിബിൾ ആണെന്ന് വിചാരിക്കുക, പോസിബിൾ ആണ്. എന്നിട്ട് ആ 5 to 10 years ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കും എന്നൊന്ന് ചിന്തിക്കുക. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഇനി ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിൽ, ഹെൽത്ത് ആണെങ്കിൽ എങ്ങനെയാണ്, ബോഡി ആണെങ്കിൽ എങ്ങനെയാണ്, വെൽത്ത് ആണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്താണ്ട് അതിൽ ഗ്രേറ്റ് ആകാൻ പോകണോ, നിങ്ങൾ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകണോ, അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ ആ സോങ് ടോപ്പ് സ്പോട്ടിഫൈയിലൊക്കെ ബെസ്റ്റ് ആവുകയാണോ, ഇങ്ങനെ എന്ത് സംഭവം ആയിക്കോട്ടെ, ആ ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കും നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഇത് ശരിക്കും എങ്ങനെയാ വെച്ചാൽ ഫുള്ള് മൈൻഡിലുള്ള പരിപാടിയല്ല, അത് ശരിക്കും ഒരു ജേർണൽ രീതിയിൽ ചെയ്യണം, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയെന്നുള്ളത് ജേർണൽ ചെയ്യാം. എന്നിട്ട് അതിലുള്ള ഒരു ഐഡിയൽ ഡേ, ഒരു ദിവസം എങ്ങനെ ആയിരിക്കും നിങ്ങൾ ലിവ് ചെയ്യേണ്ടവ. അതായത് ഇപ്പോൾ പല ആൾക്കാരും വിചാരം പറയുന്നത് എല്ലാ ദിവസവും ഭയങ്കര ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ. ഒട്ടുമിക്ക ആൾക്കാർ കേസിൽ അങ്ങനെയല്ല. അതിൽ ഒരുപാട് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മീറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാൻ പല ആൾക്കാരും വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ദിവസം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ആ ലൈഫ് സ്റ്റൈലിലേക്ക് എത്തി, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹമുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് എത്തി, അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു ദിവസം എങ്ങനെ ആയിരിക്കും അത് ജേർണൽ ചെയ്യാം. എന്നിട്ട് നോക്കുക, ഈ ആക്ഷൻസും ഞാനിപ്പോൾ ചെയ്യുന്ന ആക്ഷൻസും എന്തെങ്കിലും ബന്ധമുണ്ടോ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് എത്തിക്കോ, അല്ലെങ്കിൽ ഇതിലുള്ള സംഭവങ്ങളാണോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യണം, നല്ല ഹെൽത്തി ലെവൽക്ക് നിങ്ങളെ ഫിസിക്കൽ ഹെൽത്തിന് നിങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് 5-10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് കോൺട്രഡിക്റ്ററി ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഫാസ്റ്റ് ഫുഡാണ് ഫുള്ള് കഴിക്കുന്നത്, വർക്കൗട്ടൊന്നും ചെയ്യണില്ല, ഉറക്കം മര്യാദ ഉറങ്ങണില്ല, നല്ല ഫുഡൊന്നുമില്ല, ഈ രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ ആക്ഷനും അതുപോലെ നിങ്ങൾ ഐഡിയൽ ആക്ഷനും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ. എന്നിട്ട് പിക്ക് ചെയ്യുക, നിങ്ങളെ ഐഡിയൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഞാൻ ഈ ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാവും എന്നുള്ളത്. അത് എക്സെപ്ഷണൽ ആണോ അതോ ജനറലിസ്റ്റ് കൺസെപ്റ്റ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈബ്രിഡ് രീതിയിലാണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് പിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഐഡിയൽ ആക്ഷൻസ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിക്കുന്ന ഈ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ആക്ഷൻസ് ഇപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പക്ക അതേപോലെ തന്നെ നമ്മളായി തീരണം എന്നില്ല, വേർഡ് ഫോർ വേർഡ് അതേപോലെ ആയി തീരണം എന്നില്ല. പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ഡയറക്ഷൻ, വർക്ക് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. പല ആൾക്കാർക്കും ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, മെൻ്റലി മാത്രമല്ല ഇങ്ങനെ ഒന്ന് ചിന്തിക്കുള്ളൂ, ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാരോട് പറയണുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മളിപ്പോൾ ചെയ്യുന്നതും അന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിലേക്ക് നമ്മൾ എത്തിക്കുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഐഡിയൽ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ പറ്റും, അതിനുള്ള ആക്ഷൻസ് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.